പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരിസ്മ പെന്തക്കൊസ്ത അഭിഷേക ധ്യാനം 9-ാം ദിനം. സുവിശേഷ പ്രഘോഷണം പെന്തക്കൊസ്ത അനുഭവത്തിൻ്റെ ലക്ഷ്യം. പെന്തക്കൊസ്ത നാളിലെ പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ പ്രഥമ ഉദ്ദേശ്യം ദൈവാത്മാവിന്റെ ശക്തിയോടുകൂടിയ സുവിശേഷ പ്രഘോഷണവും അനന്തരഫലമായ മാനസാന്തരവുമാണ്. അഗ്നിനാഭുകൾ പരിശുദ്ധാത്മ സ്നാനം സ്വീകരിച്ച ഓരോരുത്തരുമേൽ വന്നിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ വളരെ ശ്രദ്ധേയമാണ്. അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു, ഓരോരുത്തരുടെ മേൽ ഇരുന്നു. സുവിശേഷ പ്രഘോഷണത്തിനുള്ള പ്രത്യേക വരമാണ് ഈ അഗ്നിനാവുകൾ സൂചിപ്പിക്കുന്നത്. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി സുവിശേഷ പ്രഘോഷണത്തിന്റെ കാര്യക്ഷമതയ്ക്ക് അത്യാവശ്യമായിരുന്നത് കൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞത്: നിങ്ങൾ സുവിശേഷ പ്രഘോഷണം തുടങ്ങരുത് ഉന്നതത്തിലുള്ള ശക്തി ധരിക്കുന്നത് വരെ. ഇപ്പോൾ ഉന്നതത്തിലുള്ള ശക്തി ധരിച്ചിരിക്കുന്നതിനാൽ സുവിശേഷ പ്രഘോഷണം 100 മേനി ബലം പുറപ്പെടുവിക്കും എന്നാണ് കർത്താവ് അതിലൂടെ അവരെ പഠിപ്പിച്ചത്. വാസ്തവത്തിൽ പെന്തക്കൊസ്ത അഭിഷേകം സുവിശേഷ പ്രഘോഷത്തിനുള്ള പ്രത്യേക അഭിഷേകമാണെന്ന് അന്നത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നു. അപ്പോസ്തലന്മാരുടെ വചനം അന്ന് കേട്ടവരെല്ലാം മാനസാന്തരപ്പെട്ടു. 3000-ഓളം പേരുടെ കൂട്ടത്തോടെയുള്ള മാമോദിസ നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. തിരുവചനം രേഖപ്പെടുത്തുകയാണ്, അന്ന് സ്നാനം സ്വീകരിച്ചവർ 3000-ഓളം പേരുണ്ടായിരുന്നു. പെന്തക്കൊസ്ത നാളിൽ ലഭിച്ച പരിശുദ്ധാത്മ സ്നാനം ലോകത്തിന്റെ മുഴുവനും നവീകരണത്തിന് ഉതകുന്നതാണ്. സകല ഹൃദയങ്ങളെയും മാനസാന്തരപ്പെടുത്താൻ ശക്തിയുള്ള സ്നാനമാണത്. അതുകൊണ്ടാണ് സ്വന്തം വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ ധൈര്യമില്ലാതെ യഹൂദരെ ഭയന്ന് കതകടച്ച് മുറിക്കുള്ളിലിരുന്ന ശിഷ്യന്മാർ യഹൂദരുടെ സ്ഥിരാകേന്ദ്രമായ ജെറുസലേമിൽ തന്നെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതായി നമ്മൾ കാണുന്നത്. വളരെ പെട്ടെന്ന് ശിഷ്യരുടെ സംഖ്യ 5000-ഓളമായി വളർന്നു എന്ന തിരുവെഴുത്ത് പ്രത്യേകമായിട്ട് പറയുന്നു. പരിശുദ്ധാത്മ സ്നാനം സുവിശേഷ പ്രഘോഷകരിൽ വരുത്തിയ വലിയ ശക്തിയെ പറ്റിയാണ് പറയുന്നത്. പിന്നീട് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നുണ്ട്, അധികാരികൾ സുവിശേഷം പ്രഘോഷിക്കരുതെന്ന് കർശനമായി ശിഷ്യന്മാരെ വിലക്കിയപ്പോൾ, അതിനുവേണ്ടി അവരെ ജയിലിൽ അടച്ചപ്പോൾ, ശിക്ഷാകാലം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ അവരുടെ വിഷമസന്ധി വിശ്വാസികളോട് അവർ പങ്കുവയ്ക്കുകയും വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ ലൂക്കാസ് സുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ്, അവർ ഇരുന്ന സ്ഥലം കുലുങ്ങും വിധം ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും എഴുന്നള്ളി വന്നു.
അതോടെ അവർ വീണ്ടും ശക്തരായി. സുവിശേഷം പ്രഘോഷിക്കരുത് എന്ന കർശനമായ നിയമം നിലവിലുള്ളപ്പോൾ തന്നെ പൂർവാധിക ശക്തിയോടെ അവർ സുവിശേഷം പ്രഘോഷിക്കാൻ പ്രാപ്തരായി എന്നാണ് ആ അഭിഷേകത്തിന്റെ ഫലദായകത്വത്തെ പറ്റി ലൂക്കാ തന്നെ വിവരിക്കുന്നത്. ജെറുസലേമിൽ ഒതുങ്ങി നിന്നില്ല ഈ സുവിശേഷ പ്രഘോഷണം. അത് ദേശാന്തരങ്ങളിലേക്കും ലോക അതിർത്തികളിലേക്കും ചുരുങ്ങിയ സമയത്തിനകം വ്യാപിച്ചു എന്നതാണ് പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മസ്നാനത്തിന്റെ വലിയ പ്രത്യേകത. പരിശുദ്ധാത്മാവിന്റെ തിരുനാളിനൊരുക്കമായി ഒരു പെന്തക്കോസ്ത് അഭിഷേകം എനിക്കും ഉണ്ടാകണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുകയായിരുന്നു. പക്ഷെ ഓർക്കണം, ആ ആഗ്രഹം ആത്മാർത്ഥതയുള്ളതാകണമെങ്കിൽ നാമും ഈ സ്നാനത്തിന്റെ അഭിഷേക ശക്തിയാൽ പ്രചോദിതരായി മുൻപൊരിക്കലും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ അത്ര അധികമായി സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. ഗൗദിയും എവാഞ്ചലിയും എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നത് ജ്ഞാനസ്നാന കൃപാവരം മൂലം മാത്രം എല്ലാ ക്രിസ്ത്യാനികളും സുവിശേഷ പ്രഘോഷകരാണ്. അദ്ദേഹം പറയുകയാണ്, ശിഷ്യൻ എന്നൊരാളില്ല, പ്രേക്ഷിത ശിഷ്യനേ ഉള്ളൂ. ക്രിസ്തു ശിഷ്യനായി ഒരാൾക്ക് തുടരാൻ സാധ്യമല്ല അവൻ പ്രേക്ഷിതനല്ല എങ്കിൽ. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന തിരുവചന ഭാഗം ആദ്യ ശിഷ്യന്മാരുടെ വിളിയാണ്. കർത്താവ് അവരെ കടൽത്തീരത്ത് നിന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ വെച്ച് തന്നെ അവരോട് അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇപ്പൊ എന്നെ അനുഗമിക്കുക എന്ന ക്രിസ്തുവിന്റെ ആഹ്വാനവും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന ആ വാഗ്ദാനവും ഒരേ ശ്വാസത്തിലാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ വാദിക്കുന്നത് ഇങ്ങനെയാണ്, ശിഷ്യനാകാൻ അല്ലെങ്കിൽ മാമോദിസ മൂലം ക്രിസ്തുവിന് അനുയായിയാകുവാൻ നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ ആത്മാക്കളെ രക്ഷിക്കുന്ന സുവിശേഷ വേലയും നാം ഏറ്റെടുത്തിട്ടുണ്ട്. യേശുവിനെ കണ്ടെത്തിയവരെല്ലാം അതിന് കാരണമായി മാർപ്പാപ്പ ആ തിരുവെഴുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്, ആരാണ് ക്രിസ്ത്യാനി? രക്ഷ അനുഭവിച്ച ആളാണ് ക്രിസ്ത്യാനി. ഈ രക്ഷ അനുഭവിച്ച വ്യക്തിക്ക് ഒരു പ്രത്യേകതയുള്ളത്, രക്ഷയുടെ അനുഭവമാണ് ആ വ്യക്തി നയിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, രക്ഷയുടെ അനുഭവത്തിന്റെ പ്രത്യേകതയുള്ളത് അത് ഉള്ളിൽ തന്നെ ഒതുക്കിക്കൊണ്ട് നടക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു പ്രകാശം എവിടെയെങ്കിലും നാം തെളിയിച്ചാൽ അത് ചുറ്റുമുള്ളിടത്തേക്കെല്ലാം സ്വാഭാവികമായി പ്രകാശം പരത്തുന്നത് പോലെയാണത്. രക്ഷയുടെ ആനന്ദം അത് സ്വാഭാവികമായി ചുറ്റുമുള്ളവരിലേക്ക് കവിഞ്ഞൊഴുകുക തന്നെ ചെയ്യും. അതിനാൽ ഒരു ക്രൈസ്തവന് സുവിശേഷം പ്രഘോഷിക്കാതിരിക്കാൻ സാധ്യമല്ല എന്നാണ് ഫ്രാൻസിസ് പാപ്പ ഗൗദിയും എവാഞ്ചലിയും എന്ന തിരുവെഴുത്തിൽ പഠിപ്പിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ ചൂണ്ടിക്കാണിക്കുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. ഒന്നാമത്തേത് സമരിയാക്കാരിയാണ്. സമരിയാക്കാരി യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ആ നിമിഷം തന്നെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി ഒരു നിർദ്ദേശവും കൽപ്പനയും ലഭിക്കാതെ പോലും അവൾ ഇറങ്ങിത്തിരിക്കുന്നതായിട്ടാണ് യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുടം അവിടെ വെച്ചിട്ട് അവൾ യേശുവിനെ ഏറ്റുപറയാനായി സന്നദ്ധയായിക്കൊണ്ട് സമരിയ പട്ടണം മുഴുവനും അവൾ സഞ്ചരിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
കാരണം അവൾ അനുഭവിച്ചറിഞ്ഞു രക്ഷ എന്താണെന്ന്. ആ അനുഭവിച്ചറിഞ്ഞ ആളിനത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതുപോലെ തന്നെ ഒരു രാത്രിയിൽ 2 ശിഷ്യന്മാർ കർത്താവിനെ ആദ്യം കാണാൻ പോയതിനെ പറ്റി സുവിശേഷം പറയുന്നുണ്ട്. ഒരാൾ അന്ത്രയോസ് ആയിരുന്നു. അന്ത്രയോസ് പിറ്റേന്ന് തന്നെ തൻ്റെ സഹോദരനായ കേപ്പായെ കണ്ട് പറഞ്ഞ വാക്കിതാണ്, ഞങ്ങൾ മിശിഹായെ കണ്ടു. അന്ത്രയോസ് ആ രാത്രിയിൽ കർത്താവിൻ്റെ കൂടെ വസിച്ചപ്പോൾ രക്ഷ അനുഭവിച്ചറിഞ്ഞു. ആ രക്ഷാനുഭവം ഉടനെ തന്നെ തൻ്റെ സഹോദരനോട് അന്ത്രയോസ് പറയുന്നു. അന്ത്രയോസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കേപ്പ എന്നൊരാള് യേശുവിനെ കണ്ടെത്തുമോ? ഇല്ലായിരുന്നെങ്കിൽ സഭയുടെ തലവൻ കർത്താവിനെ എങ്ങനെ നിശ്ചയിക്കാൻ സാധിക്കുമായിരുന്നു? അതുപോലെ തന്നെ ഫിലിപ്പോസ് വലിയ ജ്ഞാനിയും പണ്ഡിതനുമായ നഥാനയേലിന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ മിശിഹായെ കണ്ടു. ആ ഒരു വാക്കാണ് നഥാനയേലിന് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ എന്നൊക്കെ ആദ്യം പറയുന്നുണ്ടെങ്കിലും ഈശോയിലേക്ക് അദ്ദേഹത്തെ ആകർഷിച്ചത് ഫിലിപ്പോസിന്റെ ആ വാക്കുകളായിരുന്നു. നമ്മൾ ഈശോയെ പറ്റി പറയാൻ സന്നദ്ധരാവുകയാണെങ്കിൽ എത്രയോ പേര് നമ്മുടെ വാക്ക് മൂലം രക്ഷിക്കപ്പെടേണ്ടവരായി ഇനിയും അവശേഷിക്കുന്നുവെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ കർത്താവിനെ ഡമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ കണ്ടുമുട്ടിയതിനു ശേഷം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് അത് വിവരിക്കുന്നത്. അതിന്റെ 20-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വൈകാതെ യേശു ദൈവപുത്രനാണെന്ന് പൗലോസ് സിനഗോഗുകളിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ഈ പൗലോസിന്റെ ജീവചരിത്രം നമ്മളെ എന്നും ഉണർത്തുന്നതാണ്. 10,000 മൈലുകളോളം പൗലോസ് അപ്പോസ്തലൻ നടന്ന് സുവിശേഷം പ്രഘോഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തെ കൊല്ലാനായി യഹൂദന്മാർ പലപ്പോഴും കെണി ഒരുക്കി കാത്തിരുന്നിട്ടുണ്ട്. എന്നിട്ടും ഭയം കൂടാതെ അദ്ദേഹം ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ടേയിരുന്നു. അന്നറിയപ്പെട്ട 3 ലോകം മുഴുവനും പൗലോസ് ക്രിസ്തുവിനെ എത്തിച്ചു പ്രഘോഷിച്ചു എന്നാണ് പാരമ്പര്യം പറയുന്നത്. ഫ്രാൻസിസ് സേവ്യറിന്റെ ഉദാഹരണവും നമുക്ക് വളരെ സഹായകരമാണ്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ലൊരു ജോലി ഉണ്ടായിരുന്ന ആളാണ്. പാരീസ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ സ്ഥാനം. അന്നത്തെ കാലത്ത് അപ്രകാരം ഒരു പദവി ലഭിക്കുക ഒരു അത്ഭുതം തന്നെയായിരുന്നു. പക്ഷേ ഫ്രാൻസിസ് സേവ്യർ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി ആ ഉന്നത പദവിയും അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും സന്തോഷത്തോടെ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് മരണം സാധ്യതയുള്ളൊരു യാത്രയായിരുന്നു അത്. ആ യാത്ര ചെയ്ത് യേശുവിനെ പ്രഘോഷിച്ചു എന്ന് പറയുന്നു. രക്ഷയുടെ അനുഭവം പലതവണ ലഭിച്ചവരാണ് നമ്മൾ. എന്നിട്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നാം എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം 4:17 വായിക്കുന്നത് ഇങ്ങനെയാണ്: ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപമാണ് ചെയ്യുന്നത്. സുവിശേഷം പ്രഘോഷിക്കാതിരിക്കുക ഉപേക്ഷയാലുള്ള പാപങ്ങൾ വെച്ച് ഏറ്റവും വലിയ പാപമാണ്. കാരണം നമ്മളിലൂടെ സുവിശേഷം കേട്ടിട്ട് മാത്രം രക്ഷപ്രാപിക്കാൻ ദൈവം ചിലരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നാം അത് പങ്കുവയ്ക്കാതിരിക്കുമ്പോൾ അവരുടെ രക്ഷയാണ് അപകടത്തിലാകുന്നത്. 2 തരത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്താം: നേരിട്ടും അതുപോലെ സുവിശേഷ വേല ചെയ്യുന്നവരെ അവരുടെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും. നേരിട്ട് യേശുവിനെ പ്രഘോഷിക്കുന്നതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ സുവിശേഷം വളരെ വേഗത്തിലും എളുപ്പത്തിലും വിപുലമായി നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. തീർച്ചയായും അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യണം. സോഷ്യൽ മീഡിയയിലൂടെ പെരുകുന്ന തിന്മയ്ക്കൊരു നല്ല പരിഹാരമാണ് സോഷ്യൽ മീഡിയയിലൂടെ യേശുവിനെ പ്രഘോഷിക്കുക, യേശുവിനെ പ്രചരിപ്പിക്കുക. എന്നാൽ അതേസമയം തന്നെ നേരിട്ട് യേശുവിനെ പ്രഘോഷിക്കുന്നതിന്
പകരം വയ്ക്കാനാവാത്ത പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം അനുസരിച്ച് ആരോടാണ് ഈശോയെ പറയാൻ സാധിക്കുക എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മക്കളോട് വളരെ ശൈശവത്തിൽ തന്നെ ഈശോയെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ സുവിശേഷ വേല ചെയ്യുകയാണ്. അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും വളരെ സ്നേഹത്തോടും വിവേകത്തോടും അവരെ മനസ്സിലാക്കുന്ന വിധത്തിൽ സുവിശേഷം അവിടെ പ്രഘോഷിക്കാൻ സാധിക്കേണ്ടതാണ്. മാതാപിതാക്കളുടെ ഏറ്റവും വലിയ കടമയാണ്, ക്രൈസ്തവ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ കടമയാണ് അവർക്ക് യേശുവിനെ കൊടുക്കുക. അതാണല്ലോ സുവിശേഷം പ്രഘോഷിക്കുക എന്നതിനർത്ഥം. വീണ്ടും ജീവിത പങ്കാളിക്ക് ക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് ഓരോ വിവാഹിതരും തയ്യാറാകണം. അത് അവരെ പരമേൽപ്പിച്ചിരിക്കുന്ന ക്രിസ്തീയ ധർമ്മമാണ്. ജീവിത പങ്കാളിയെ സുവിശേഷവൽക്കരിക്കുക, ക്രിസ്തുവിന്റെ ചൈതന്യം ആ വ്യക്തിയിലേക്ക് അനുസ്യൂതം പകർന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ മേൽ നമുക്ക് എല്ലാവർക്കും ഒരു സ്വാധീനമുണ്ട്. ഒരു പരിധിവരെ അവരിൽ സ്വാധീനമുണ്ട്. ആ സ്വാധീന ശക്തി ക്രിസ്തുനാഥനെ പ്രഘോഷിക്കാൻ വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ സൗഹൃദങ്ങളെല്ലാം ഒരു സുവിശേഷ പ്രഘോഷണ സന്ദർഭങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. സഹപ്രവർത്തകരോടും നാം കണ്ടുമുട്ടുന്നവരോടെല്ലാം കർത്താവിനെ പറ്റി പ്രഘോഷിക്കാൻ സാധിക്കുമെന്ന് ചില വ്യക്തികളുടെ പ്രവർത്തന രീതി നമ്മളെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. അപരിചിതരോട് പോലും യേശുവിനെ പ്രഘോഷിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ കർത്താവ് തന്നെ നമുക്ക് ഉണ്ടാക്കിത്തരും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാനത്തിൽ നിത്യകിരീടം നേടുവാൻ നമുക്കത് കാരണമാക്കും. ദൈവം നമുക്ക് ധനം, ജീവിതകാലത്ത് ഒരുപാട് ധനം നമ്മുടെ കയ്യിലൂടെ വന്നു പോകുന്നുണ്ട്. നാം അത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോഴെല്ലാം ധനം നമ്മൾ നശിപ്പിക്കാറുമുണ്ട്. ദൈവരാജ്യം പണിതുയർത്താൻ വേണ്ടി, സഭയുടെ സുവിശേഷ വേലകളുടെ പുരോഗതിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ദരിദ്ര രാജ്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും സുവിശേഷത്തിക്കാൻ വേണ്ടി കിറഞ്ഞ് ശ്രമിക്കുന്ന മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായി നമ്മുടെ ധനം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മരണക്കിടക്കയിൽ നമുക്ക് എത്രമാത്രം സന്തോഷിക്കാനും അഭിമാനിക്കാനും സാധിക്കും. നമ്മുടെ സമയം ദൈവം നമുക്ക് നിശ്ചിതമായ സമയമേ തന്നിട്ടുള്ളൂ എല്ലാവർക്കും. എത്രമാത്രം സമയമാണ് നമ്മൾ വെറും വ്യർത്ഥ വിനോദങ്ങൾക്ക് വേണ്ടിയും ലൗകിക സംഭാഷണങ്ങൾക്ക് വേണ്ടിയും അലസമായി ചെലവഴിച്ച് നശിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സമയമെന്ന ആ ദൈവദാനം ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും അവിടുത്തെ പങ്കുവയ്ക്കാനും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം അനുഗ്രഹപ്രദമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് എഴുന്നള്ളി വരുവാൻ കൊതിക്കുന്നുണ്ട്. പക്ഷേ അവിടുന്ന് വരുന്നത് നമ്മിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാനല്ല, അവിടെ നിന്ന ശക്തി കൊണ്ട് നാം ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അവിടുന്ന്
ദുസ്സഹമായ പീഡകൾ അനുഭവിച്ച് കുരിശിൽ മരിച്ച് വീണ്ടെടുത്ത ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള അങ്ങയുടെ അതിയായ ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിലും നിക്ഷേപിക്കണമേ. സുവിശേഷത്തെ പ്രതി അവർണ്ണനീയങ്ങളായ മർദ്ദനങ്ങളും പീഡനങ്ങളും ജയിൽവാസം പോലും അനുഭവിച്ചതിന് ശേഷവും അടങ്ങിയിരിക്കാതെ ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് സുവിശേഷം പ്രഘോഷിക്കാൻ അന്ത്യശ്വാസം വലിക്കുന്നവരെയും തീഷ്ണതയാൽ ഓടിക്കൊണ്ടിരുന്ന വിശുദ്ധ പൗലോസിന് അവിടുന്ന് കൊടുത്ത കൃപ ഞങ്ങൾക്ക് നൽകണമേ. രക്തസാക്ഷിത്വമാണ് തങ്ങളെ കാത്തിരിക്കുന്നതെന്ന് നന്നായി തിരിച്ചറിഞ്ഞ അപ്പോസ്തലന്മാർ ശത്രുക്കളെ ഭയപ്പെടാതെ ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടി ജീവിതം മുഴുവനും വ്യയം ചെയ്തു. അവർക്കും കൊടുത്ത ആത്മാ ചൈതന്യം ഞങ്ങളിലേക്ക് നിക്ഷേപിക്കണമേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചു ജെറുസലേമിലും സമരിയായാലും യൂദയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകുമെന്ന് അവിടുത്തെ ആ കൽപ്പന, ആ വചനം ഞങ്ങളിലേക്ക് അയക്കണമേ. ദുർബലരായ, അലസരായ, തീഷ്ണത വളരെ കുറഞ്ഞ ഞങ്ങളെ പരിശുദ്ധാത്മ അഗ്നി അയച്ച് കത്തിപിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, പെന്തക്കോസ്താ നാളിൽ അവിടുന്ന് സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങിയപ്പോൾ അതുവരെയും ഭയന്നും ലജ്ജിച്ചും കഴിഞ്ഞിരുന്നവർ വിസ്മയം തോന്നുമാറ് ആത്മശക്തി പ്രാപിച്ചു സുവിശേഷം പ്രഘോഷിച്ചു. അതുപോലെ ക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും എല്ലാവരെയും കുറെ പേരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും എല്ലാം ആയി എന്ന പൗലോസിന്റെ ആ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ പ്രഘോഷണത്തിനുള്ള തടസ്സങ്ങൾ കണ്ടെത്തുന്നതിന് പകരം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ഈശോയെ പ്രഘോഷിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സമയം ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മധ്യസ്ഥ പ്രാർത്ഥന വഴി സഭയുടെ സുവിശേഷ വേലകളെ നിരന്തരം പിന്താങ്ങുവാൻ, സപ്പോർട്ട് ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി എന്നതിലുപരി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടിയും ആക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവുകളും സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, സമ്പത്തും സമയവും ആരോഗ്യവും കഴിവുകളും എല്ലാം മിശിഹായെ പങ്കുവയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരോട് തന്നെ ഈശോയെ പ്രഘോഷിക്കാനുള്ള ധൈര്യവും തീഷ്ണതയും ഞങ്ങൾക്ക് നൽകുമാറാകണമേ. യേശുവേ, അങ്ങേ അറിയാത്തവരും അങ്ങയെ പറ്റി ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരുമായ വിശ്വാസത്തിലും ജീവിത കാര്യങ്ങളിലുമെല്ലാം പരമദരിദ്രമായിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുന്ന മിഷണറിമാരെ അങ്ങ് ബലപ്പെടുത്തണമേ. അവരെ
എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പെന്തക്കോസ്ത് നാളിൽ സിഹിയോൻ മാളികയിലേക്ക് അങ്ങ് എഴുന്നള്ളി വന്നവരിൽ എല്ലാവരിലും അഗ്നിതാവായി നിറഞ്ഞതുപോലെ ഞങ്ങളിലേക്ക് അഗ്നിതാവായി എഴുന്നള്ളണമേ. ഞങ്ങളിലേക്ക് അഗ്നിതാവായി എഴുന്നള്ളണമേ. ഞങ്ങളിലേക്ക് അഗ്നിതാവായി എഴുന്നള്ളണമേ. ഈശോയെ ഒരുപാട് സ്നേഹിക്കുവാൻ, ഈശോയുടെ സ്നേഹം കൊണ്ട് ജ്വലിക്കാൻ, അതിൽ നിന്ന് പുറപ്പെടുന്ന സുവിശേഷ പ്രഘോഷണത്തിനുള്ള ആദാഹം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സന്തോഷവും ആനന്ദവും ഞങ്ങളിൽ ആദ്യം നിറയ്ക്കണമേ. രക്ഷയുടെ സന്തോഷവും ആനന്ദവും ഞങ്ങളിൽ അത് നിറയ്ക്കണമേ. ആ രക്ഷയുടെ ആനന്ദവും സന്തോഷവും ചുറ്റുമുള്ളവരിലേക്ക് കവിഞ്ഞൊഴുകാൻ തക്കവിധം ഈശോയെ രക്ഷയുടെ സന്തോഷം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. രക്ഷയുടെ സന്തോഷം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. രക്ഷയുടെ സന്തോഷം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അതുവഴിയായി ഞങ്ങൾ അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ തക്കവിധം സുവിശേഷം പ്രഘോഷിക്കാൻ ഞങ്ങളെ അതീവ തീക്ഷ്ണതയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.